യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമർപ്പിച്ച 20-ദിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് ചർച്ച ചെയ്യാനുള്ള നിർണായക യോഗം ഈജിപ്തിലെ ഷറം ഷെയ്ഖിൽ തുടരുകയാണ്. ഇസ്രായേലും ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളും സാന്നിധ്യത്തിൽ ചർച്ച ആരംഭിച്ചു. നാളെയും ചർച്ച തുടരും. ചർച്ചയുടെ പുരോഗതി ഉണ്ട് എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്ത് ചർച്ചയുടെ പ്രധാന ഊന്നൽ. ഗസയിൽ ആക്രമണം നിർത്തിയിട്ടില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്പിനെ പ്രകമ്പനം കൊള്ളിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേൽ ജയിലിൽ 42 ഫ്ലോട്ടിലെ ആക്ടിവിസ്റ്റുകൾ നിരാഹാരം തുടരുന്നതിനിടെ ഗസയ്ക്ക് പിന്തുണയുമായി കൂടുതൽ ഫ്ലോട്ടിലുകളും. ദുബൈയിൽ നിന്ന് MC നാസറും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലും ചേരുന്നുണ്ട്. ആദ്യം MC നാസറിലേക്ക്. നാസർ, വലിയ പ്രതീക്ഷ വെടിനിർത്തൽ എന്നതിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ആദ്യഘട്ടം എന്നോണം എപ്പോഴായിരിക്കും അതിലേക്ക് കടക്കുന്നത്? ട്രംപ് നൽകുന്ന വാക്കിനെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് പലസ്തീൻ? ഏതാണ്ട് ഈ അരുങ്കല വംശഹത്യ നാളെ 2 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കെയ്റോയിൽ നിർണായകമായിട്ടുള്ള ഈ ചർച്ച തുടരുന്നത്. ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും പ്രതിനിധികളുണ്ട്. അതോ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഖത്തർ, ഈജിപ്ത് എന്നിവയ്ക്ക് പുറമെ അമേരിക്കയുടെ 2 പ്രധാനപ്പെട്ട പ്രതിനിധികളും ഈ ചർച്ചയിൽ സംബന്ധിക്കുന്നുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്നത് ചർച്ച ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എത്ര ദിവസം ഈ ചർച്ച നീണ്ടുപോകും എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു ഉത്തരം മധ്യസ്ഥ രാജ്യങ്ങളോ അമേരിക്കയോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടേക്കുമെന്ന ഒരു സൂചനയാണ് കെയ്റോയിൽ നിന്നും ലഭ്യമാവുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് ചർച്ച പൂർത്തീകരിക്കണം, ചർച്ച അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ട്രംപ് മധ്യസ്ഥ രാജ്യങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും അനിവാര്യമായിട്ടുള്ള നിർബന്ധിത സ്വഭാവത്തിലുള്ള നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ആക്രമണം നിർത്തുക എന്നത് 2 ദിവസം മുമ്പ് ട്രംപ് ആക്രമണം നിർത്തിയതിന് ഇസ്രായേലിനെ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ ഈ വെള്ളിയാഴ്ചക്കകം ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ 130ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അത്രയും വ്യാപ്തിയുള്ള ഒരു ആക്രമണം ഒരു ഭാഗത്ത് തുടരുമ്പോൾ എന്ത് കണ്ട് തങ്ങൾക്ക് ഇത്തരമൊരു ചർച്ചയിൽ ഒരു ഉടമ്പടിയിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്ന ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ഹമാസ് നേതൃത്വം ഉയർത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇപ്പോൾ ആക്രമണത്തിൽ ചെറിയ കുറവ് വന്നതായി ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആക്രമണം നിർത്തുക, അതോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം ഉറപ്പാക്കുക, ഈ 2 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടല്ലാതെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ സാന്നിധ്യത്തിലുള്ള ഈ ചർച്ച 2 or 3 ദിവസത്തിനുള്ളിൽ പിന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും അനിശ്ചിതമായിട്ട് ഈ ചർച്ച നീണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾ ആക്രമണം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലൂടെ ഈ സൈനിക പിന്മാറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹമാസിന് കൈമാറിയതായിട്ടാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇനി ഹമാസ് അത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ ചർച്ചയിൽ പുരോഗതി ഉണ്ടാവും. അതല്ല ഗസയിൽ നിന്ന് തന്നെ സൈന്യം പിന്മാറണം, അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ തങ്ങൾക്ക് ഈ ബന്ദികളെ 20ഓളം ജീവനോടെയുള്ള ബന്ദികളെയും അതോടൊപ്പം തന്നെ 28 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറണമെങ്കിൽ ഗസയിൽ നിന്ന് സൈന്യം പിന്മാറണം എന്ന ഒരു നിലപാടിലേക്ക് ഹമാസ് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അടുത്ത 2 ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. അതോടുകൂടി മാത്രമായിരിക്കും ഈ ചർച്ച വിജയിക്കുമോ, ഈ അരുങ്കല അവസാനിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത്. ഇത് ആദ്യഘട്ടം മാത്രമാണ്. തുടർന്നുള്ളത് ഹമാസിന്റെ നിരായുധീകരണം, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി, പുതിയ ഒരു ബദൽ സർക്കാർ രൂപവൽക്കരണം ഉൾപ്പെടെയുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ബന്ദികളുടെ ജീവൻ തിരിച്ചു കിട്ടുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്നാണ് ഇസ്രായേലിലെ പൊതുസമൂഹവും പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് വലിയ സമ്മർദ്ദം ഇസ്രായേലിൽ നെതന്യാഹു നേരിടുന്നുണ്ട്. ജെറൂസലമിലും തെല്ലവീവിലും ഒക്കെ ഇന്നും വലിയ തോതിലാണ് ജനങ്ങൾ ഈ ബന്ദിമോചനത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഏത് ഘട്ടത്തിലും മുമ്പുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ സാധ്യതയെ അട്ടിമറിക്കാനും അങ്ങനെ ഒരു
വെടിനിർത്തലിനുള്ള നല്ലൊരു അവസരത്തെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ നേതൃത്വത്തിന്റെ സജീവമായിട്ടുള്ള ഇടപെടൽ ഉള്ളതുകൊണ്ട് അത്തരമൊരു നീക്കത്തിൽ നിന്ന് നെതന്യാഹുവിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് എത്രയും പെട്ടെന്ന് നൽകണമെന്ന ഒരു നിർദ്ദേശം കൂടി ബന്ദികളുടെ ബന്ധുക്കളും പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമായിട്ട് ട്രംപ് ഇക്കാര്യത്തിൽ ഇടപെടും എന്നൊരു പ്രതീക്ഷയാണ്